അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFനെ എന്തിന് അധികാരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കണം? വറുതിയിലായി എരിപിരി കൊള്ളുന്ന ജനം LDF സർക്കാരിൻ്റെ ക്രൂരമായ ഭരണത്തെ വിലയിരുത്തുകയാണ് ഇപ്പോൾ. കേരളം ഇപ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധം ഞെരിഞ്ഞമർന്ന് മുന്നോട്ട് പോകുകയാണ്. വികസനത്തിൻ്റെ മുന്നേറ്റമെന്ന് സർക്കാർ മേനി നടിക്കുമ്പോഴും ദൈനംദിന ജീവിതത്തിന് മേൽ ഭരണത്തിൻ്റെ വിഷപ്പുക മൂടിയിട്ട് ഏതാണ്ട് 9 വർഷമായി. മറ്റാരുമല്ല ഇതിനുത്തരവാദികൾ LDF ഭരണകൂടവും LDF നേതാക്കളും മാത്രമാണ് എന്നാണ് ജനം വിലയിരുത്തുന്നത്. ഒന്നാം LDF ഭരണകാലം പ്രളയവും കോവിഡും കേരളത്തെ ഗ്രസിച്ച കാലങ്ങളിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് ഊതി വീർപ്പിക്കുമ്പോഴും സർക്കാർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കു മേൽ സന്നദ്ധ സംഘടനകളും മതസംഘടനകളും സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും യുവസംഘടനകളും എന്നു വേണ്ട സമൂഹത്തിൻ്റെ നാനാതുറകളിലെ വ്യക്തികളും അടക്കം ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ ഈ ദുരന്തങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് പരമാർത്ഥം. പക്ഷേ ഈ ഉദ്യമങ്ങളുടെ ക്രെഡിറ്റ് പിടിച്ചെടുക്കാൻ സർക്കാർ തങ്ങളുടെ മേന്മ കൊണ്ടാണ് അത് അതിജീവിച്ചത് എന്ന് കൊട്ടിഘോഷിച്ചു. അപ്പോഴും സർക്കാർ മാളത്തിൽ ഒളിച്ച ചേരയെപ്പോലെ വാലല്ലാത്തത് എല്ലാം വെളിയിൽ വ്യക്തമായിരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സർക്കാർ കേരളത്തിൽ നടത്തിയെന്ന് പറയുന്ന വികസനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയായിരുന്നു? അതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ സർക്കാരും നേതാക്കളും പരിവാരങ്ങളും ജനത്തിനു വേണ്ടി നടത്തിയ അഴിമതികൾ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാം സർക്കാർ കാലത്ത് 2016-19 കാലത്ത് PWC, SNC ലാബിൻ തുടങ്ങിയ കമ്പനികൾ നടത്തിയ വൻതോതിലുള്ള പണം നിക്ഷേപം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ അഴിമതിയാണെന്ന് തെളിഞ്ഞു. PP കിറ്റിലടക്കം കോവിഡ് സാമഗ്രികളിൽ നടത്തിയ വൻ അഴിമതി, മരണവക്കത്ത് കിടക്കുന്ന മൃതപ്രായരായ രോഗികളുടെ പേരിൽ സർക്കാർ നടത്തിയ 10.23 കോടി രൂപയുടെ അഴിമതി CAG റിപ്പോർട്ടിൽ പുറത്തു വന്നു. 2018 ബ്രൂവറി അഴിമതിക്ക് പിന്നാലെ പാലക്കാട്ടെ കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റിന് ഒയാസിസിന് ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനത്തിലെ അഴിമതി, പാലക്കാട് ഭൂമിയിലെ ജലം ചൂഷണം ചെയ്തുകൊണ്ട് മദ്യലോബിക്കായി സർക്കാർ വിട്ടുവീഴ്ച ചെയ്തത്, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ പേരിൽ വന്ന മാസപ്പടി കേസ്, എക്സാലോജിക്ക് CMRL ഇടപാടുകളിൽ SFIOയുടെ കണ്ടെത്തൽ, സ്പ്രിംഗ്ലർ ഇടപാട്, ആഴക്കടൽ മത്സ്യബന്ധന തട്ടിപ്പ്, പമ്പ മണൽ കടത്തൽ, മസാല ബോണ്ട്, മൊബൈലിറ്റി അഴിമതി, ബന്ധുനിയമന അഴിമതി, നയതന്ത്ര ബാഗ് വഴി സ്വർണ്ണക്കടത്ത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സർക്കാരിൻ്റെ അഴിമതിയും ദൂർത്തും എടുത്തു പറഞ്ഞാൽ ഒരു ദിവസം മതിയാവില്ല എന്നതിനാൽ പ്രധാനപ്പെട്ടവ മാത്രം എടുത്ത് ഒന്ന് ഓടിച്ചു പോകുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശിക, വിലക്കയറ്റം, സപ്ലൈ സ്റ്റോറുകളിലെ ലഭ്യതാക്കുറവും വിലക്കയറ്റവും, വന്യമൃഗശല്യത്തിലുള്ള നിലപാട്, കർഷകരോടുള്ള നിലപാടുകൾ, ഇലക്ട്രിസിറ്റി ബിൽ വർധനവ്, നികുതി വർധനവ്, കോടതി വ്യവഹാരങ്ങൾക്കുള്ള ഫീസ് വർധനവ്, വസ്തു ആധാരം ചെയ്യുന്നതിനുള്ള വർധനവും മറ്റ് ഗവൺമെൻറ് സേവനങ്ങൾക്കുള്ള വർധനവും, കർഷക ആത്മഹത്യകൾ, ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സ്കൂൾ പാചക തൊഴിലാളികളുടെയും തുടങ്ങിയ അനേകം സമരങ്ങളോട് കാണിക്കുന്ന നീതികേടുകൾ, ദേശീയപാത നിർമ്മാണ അഴിമതി, ആശ്രിത പിൻവാതിൽ നിയമനം, ക്രിമിനലുകൾക്കുള്ള പാർട്ടി പിന്തുണ, CPM നേതാക്കന്മാരുടെ അപക്വമായ നിലപാടുകളും പ്രസ്താവനകളും, വർഗീയതയുടെയും ലഹരി മാഫിയയുടെയും കുത്തഴിഞ്ഞാട്ടം, വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, കുട്ടികളുടെ തിരോധാനം, സ്ത്രീകളുടെ സുരക്ഷിതമില്ലായ്മ, നിയന്ത്രണമില്ലാത്ത ആഭ്യന്തര പരാജയം, ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത, വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച, വകുപ്പ് മേധാവികളായ മന്ത്രിമാരുടെ അപക്വമായ നിലപാടുകൾ, അതുവഴി സർവകലാശാലകളിലെ ഭരണമുരടിപ്പും കേരളത്തിലെ ധൂർത്ത്
കാലിയായ ഖജനാവ്. ഇപ്പോഴിതാ നാളെ ഒരു വർഷം പൂർത്തിയാകുന്ന വയനാട് ദുരന്തബാധിതരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി നടത്തുന്ന ദുരന്തബാധിതരുടെ മേലുള്ള വീണ്ടും പെയ്യ്ക്കുന്ന തീമഴ. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മേൽ പിണറായി വിജയനടക്കം LDF നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ഇങ്ങനെ ധൂർത്തും അഴിമതിയും നിമിത്തം കാലിയായ ഖജനാവ് കാട്ടി ജനത്തെ പിഴിയുന്ന ഒരു സർക്കാർ എന്തിന് എന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു തരത്തിലും ജനത്തെ ജീവിക്കാൻ അനുവദിക്കാതെ മുഖം കഴുത്തിൽ കെട്ടിവെച്ച് നടകാളെ നട എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ ഭാവി ജനം തീരുമാനിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഒരു പുതിയ ഭരണമാറ്റത്തിനായി ജനം മുറവിളി കൂട്ടുന്നത്. ഇവിടെയാണ് ടീം UDFിൻ്റെ കടന്നുവരവ് പ്രാധാന്യമർഹിക്കുന്നത്. ടീം UDFിന് വോട്ട് ചെയ്ത് ഒരു പുതിയ കേരളത്തെ പുനർസൃഷ്ടിക്കാൻ, UDFിൻ്റെ കരങ്ങൾക്ക് കരുത്തു പകരാൻ, അതുവഴി മനസമാധാനത്തോടെ ജനജീവിതം സാധ്യമാക്കാൻ കേരളം ടീം UDFിൻ്റെ തണൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അത് സാധ്യമാക്കുക തന്നെ ചെയ്യും. അത് ജനത്തിന് ഉറച്ച് വിശ്വാസമുള്ള ഒരു കാര്യവുമാണ്. ടീം UDFിൻ്റെ ഈ ഒത്തൊരുമയെ തകർക്കാൻ അരയും തലയും മുറുക്കി LDF വാനരന്മാരെയും ഇടത് സോഷ്യൽ മീഡിയ കുട്ടി സഖാക്കന്മാരെയും അഴിച്ചുവിട്ട് CPM വാർ റൂമിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് ചരട് വലിക്കുന്ന ബുദ്ധിരാക്ഷസരെന്ന് സ്വയം നടിച്ച് പ്രവർത്തിക്കുന്ന CPMൻ്റെ രാക്ഷസീയ ബീഭത്സത വിഡ്ഢിത്തത്തിൻ്റെ വിഴുപ്പ് വാണ്ടം മാത്രമായി അധപ്പതിക്കുന്ന കാഴ്ചയും ഇക്കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്, പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം CPM ഉയർത്തിക്കൊണ്ടുവന്ന നട്ടാൽ കിളുക്കാത്ത നുണകളൊക്കെ തന്നെ തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്നതും അത് തിരിച്ച് അവരുടെ നിറുകയിൽ തന്നെ വന്ന് നിബന്ധിച്ചതും ആ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ തലയിൽ മുണ്ടിട്ട് ഓടിമറയുന്നതും ജനം കണ്ടതാണ്. എന്നിട്ടും നാണമില്ലാത്തവൻ്റെ തലയിൽ ആല് കിളർത്താൽ അത് തണലായിക്കൊണ്ട് നടക്കുന്ന CPMകാരൻ്റെ മനോഭാവം എത്ര ജുഗുത്സാപരമാണ്. ഇനി ടീം UDFിൻ്റെ കർത്തവ്യ പൂർത്തീകരണത്തിൻ്റെ ദിനങ്ങളാണ്. ജനത്തിനോടുള്ള പരിപൂർണമായ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകി വറുതികാലത്തെ വകഞ്ഞുമാറ്റി ജനത്തിന് ഒപ്പം നിൽക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മുഴുകിക്കഴിഞ്ഞു ടീം UDF. കഴിഞ്ഞ ദിവസം UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ ഇലക്ഷൻ വരുമ്പോൾ മാത്രം തലപൊക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞായ വെള്ളാപ്പള്ളിക്കുള്ള മറുപടിയിൽ പറഞ്ഞു, അതെ, ടീം UDF അധികാരത്തിൽ വരാൻ കഴിയാതിരുന്നാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ആർക്കുണ്ട് ഇത്രയും ഗട്സ്? അതാണ് ടീം UDFിൻ്റെ ശക്തി എന്ന് എട്ടുകാലി മമ്മൂഞ്ഞുകൾക്ക് മുഖത്തടിച്ചതുപോലെ മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുന്നിൽ പാർട്ടികൾ വേറെയില്ല, ടീം UDF ആയിരിക്കും പ്രവർത്തിക്കുക എന്ന് VD സതീശൻ്റെ വാക്കുകൾ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.